മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രസ്താവന, ഞങ്ങൾ ആവശ്യത്തിന് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പണം പിരിച്ചിട്ടുണ്ടെന്നും 100 വീടുകൾ അടിയന്തരമായി പണിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയത്. എന്നാൽ ഇന്നേ വരെ കോൺഗ്രസ് പിരിച്ച പണത്തിൻ്റെ കണക്കുകൾ അവർക്ക് പറയാൻ സാധിച്ചില്ല. നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അവർക്ക് അവസാന ഘട്ടത്തിൽ കണക്ക് പറയേണ്ടി വന്നപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാൻ പണമില്ല എന്നുള്ളതാണ്. അതിന് മറുപടി രാജ്യത്തെ ജനങ്ങളോട് പറയാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ്. 100 വീടുകൾക്ക് വേണ്ടി പണം പിരിച്ച കോൺഗ്രസ് ആകെ പിരിച്ച പണം കേവലം 51 കോടി രൂപ മാത്രമാണ് പിരിക്കാൻ സാധിച്ചെന്നും ആ പണത്തിന് ഞങ്ങൾ സ്ഥലം വാങ്ങി എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീട് വെക്കാനുള്ള പണം ഞങ്ങളുടെ കൈവശമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് പണിയാൻ സാധിക്കില്ല എന്ന സത്യം കോൺഗ്രസിൻ്റെ അവസാന ഘട്ടത്തിൽ പറയേണ്ടി വന്നിരുന്നു. പല ഘട്ടങ്ങളിലായി മാറി മാറി ഞങ്ങൾ അടിയന്തരമായി വീട് പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ ഈ സിദ്ദീഖ് MLAക്കും ഇന്ന് യാതൊരു മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞങ്ങൾ ആരോപിക്കുന്നത് കോൺഗ്രസ് പിരിച്ച പണം മുഴുവനും അവർ ആ ദുരിതബാധിതരെ മുൻനിർത്തിക്കൊണ്ട് പിരിച്ച പണം പൂർണ്ണമായി കോൺഗ്രസ് തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ദുരിതബാധിതർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിക്കുകയും അവർക്ക് വീട് നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന ഈ അവസരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാൻ സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് പണമില്ല, വീടില്ല. അവർ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീടിന് തറക്കല്ലിടുകയും ഞങ്ങൾ അടിയന്തരമായി വീട് പണി ആരംഭിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്ത ആളുകൾ ഇന്ന് വീട് പണിയെപ്പറ്റി യാതൊരു മറുപടിയും പറയാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. ഇത് തീർത്തും ഈ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മരിച്ചുപോയ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാഴുന്ന സമീപനമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിലയിരുത്തപ്പെടുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.